അങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ പറയാനും കേൾക്കാനും കൊള്ളാത്ത കാര്യങ്ങൾ മൈക്ക് കെട്ടിവെച്ച് പറയുന്നവരാണോ CPM-ന്റെ വ്യക്തിധിക്ഷേപത്തിന്റെ പേരിൽ കുറ്റം പറയുന്നത് എന്നായിരുന്നു എൻ്റെ ചോദ്യം. അല്ല മാധു, അതിൽ രണ്ട് ഭാഗമുണ്ട്. ഒന്നാമത്തത്, UDF-ലെ കക്ഷികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ല എന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ തമ്മിൽ പലതരത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അതുള്ളത് കൊണ്ടല്ലേ 2, 3, 4 കക്ഷികളായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒറ്റ പാർട്ടിയായിട്ട് നിന്നാൽ പോരെ. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അപ്പുറം ഞങ്ങൾ തമ്മിലൊരു യോജിപ്പുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ UDF ആയിട്ട് നിൽക്കുന്നത്. ഇനി ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതിൻ്റെ പേരിൽ ഞങ്ങൾ ആരെയും മാഷ ഉള്ള സ്റ്റിക്കർ ഒട്ടിച്ച് വിട്ട് ആളെ വിട്ട് കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിക്കാൻ നോക്കാറില്ല, കൊല്ലാറില്ല. ഇനി അതവിടെ നിന്ന് നിർത്തുകയാണ്. ഇനി രണ്ടാമത്തത്, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ നിലവാരം അദ്ദേഹത്തിന്റെ നിലവാരത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഹനീഫയെയും ഒക്കെ നമ്മൾ കണ്ടതാണ് കേട്ടോ. ലാൽജിയെയും ഹനീഫയൊക്കെ നമ്മൾ തൃശ്ശൂർ കണ്ടതാണ്. നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസം ഏത് നിലയിലാണ് നിങ്ങൾ നടപ്പിലാക്കിയത്? ഞാൻ പറയും. ആ നിലയിലെ ഇതുവരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെട്ടിട്ടില്ല. ആർഷോ ഇടപെടരുത്. ആർഷോ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇടപെട്ടിട്ടില്ല. ഇടപെട്ടാൽ ഞാൻ പറയും. നിലവാരം ആർഷോ അങ്ങനെ നിലവാരത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു AISF-ന്റെ വനിതാ നേതാവിന്റെ പുറത്ത് ചവിട്ടിയിട്ട് മാറി നിൽക്കടി, അല്ലെങ്കിൽ നിനക്ക് തന്തയില്ലാത്ത മക്കളെ ആക്ഷേപിച്ച ആർഷോയുടെ നിലവാരം ഞങ്ങൾക്കില്ല. ആർഷോ നിർത്തുക. ആർഷോ നിലവാരത്തെ കുറിച്ച് പറയല്ലേ? കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നിലവാരത്തെ കുറിച്ച് ആർഷോ ആയിട്ടില്ല. അല്ല, ഈ കെ സുധാകരൻ VD സതീശനെ ഇതേ മാധ്യമങ്ങളുടെ മൈക്കിന് മുന്നിൽ വെച്ച് പ്രസിഡന്റ് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ച വാക്ക് ഈ എന്നിട്ട് നിങ്ങൾ ക്ലാസ് എടുക്കുക കേട്ടോ. നിങ്ങൾ എന്നിട്ട് ക്ലാസ് എടുത്താൽ മതി. ആദ്യം ആർഷോ നിലവാരത്തിന്റെ ക്ലാസ് ഒന്ന് പരീക്ഷ എഴുതി പാസ്സാവും. എന്നിട്ട് ആ ക്ലാസ് ഒന്ന് നാട്ടുകാരെ കാണിക്കും. എന്നിട്ട് ഞങ്ങളെ ക്ലാസ് എടുത്ത് പഠിപ്പിക്കും. ആർഷോ അതിനായിട്ടില്ല. നിലവാരം പഠിപ്പിക്കാനുള്ള നിലവാരം ആർഷോയ്ക്ക് ആയിട്ടില്ല. ആദ്യം ആർഷോയ്ക്ക് നിലവാരം ഉണ്ടാകട്ടെ. ആർഷോ നിലവാരത്തിന്റെ പരീക്ഷ ഒന്ന് അറ്റൻഡൻസ് 100% കിട്ടി പരീക്ഷ എഴുതി ജയിച്ച് അത് നാട്ടുകാരെ ഒന്ന് കാണിക്കും. എന്നിട്ട് ആർഷോ UDF-ന്റെ നേതാക്കന്മാരെ നിലവാരം പഠിപ്പിക്കാൻ വന്നാൽ മതി. ആദ്യം പോയി നിമിഷ രാജുവിനോട് മാപ്പ് പറഞ്ഞിട്ട് വരണം. എന്നിട്ട് നിലവാരം പഠിപ്പിക്കണം കേട്ടോ. ആർഷോയുടെ നിലവാരം ഞങ്ങൾക്ക് ആർഷോയുടെ നിലവാരമല്ല. ഞങ്ങൾക്ക് UDF-ന്റെ ഒരാൾക്ക് ആർഷോയുടെ നിലവാരമല്ല. വ്യക്തിപരമായ വെല്ലുവിളിക്കുള്ള സ്ഥലവുമല്ല സമയവുമല്ല. ഇടവേള ഇത് നിർത്തുന്നതാണ് നല്ലത്. ഇടവേള